എല്ലാ സ്റ്റേജിലും അതിനൊരു റോളുണ്ട്. പക്ഷേ നമ്മൾ ഒരു ക്രിയാറ്റിനൊക്കെ ഒരു 8-നൊക്കെ മോളിൽ പോയി കഴിഞ്ഞ് ഈവൻ നമ്മൾ സാധാരണ നമ്മൾ 5-നൊക്കെ മുകളിലേക്ക് പോയാൽ എനിക്കും പേഷ്യന്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്. കാരണം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് അതിൻ്റെ കൂടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് മരുന്നുകൾ കുറച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ യൂറിൻ പോകുന്നില്ലാത്ത യൂറിൻ്റെ അളവും കൂടെ കുറഞ്ഞു കഴിഞ്ഞാലോ, ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിൽ വരാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് എത്തിയാൽ അത് മിക്കവാറും ഒരു ക്രിയാറ്റിൻ ഒരു 8-ന് മുകളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴാണ്. അല്ലാത്തവർക്കൊക്കെ ഒരേ കുറച്ചൊക്കെ കൺട്രോൾ, അതായത് നമുക്ക് ഈ മരുന്നുകളൊക്കെ മാറ്റി കൊടുക്കാം, നീര് കുറഞ്ഞു കിട്ടും, അങ്ങനെ കുറെ കംഫർട്ടബിൾസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ റീനൽ ഫങ്ഷൻ ഒത്തിരി ഒന്നും കുറയ്ക്കാൻ പറ്റില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 8-ലൊക്കെ നിൽക്കുന്ന ആള് വലിയ ഇതില്ലാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 7-ലേക്കോ 6-ലേക്കോ ഒക്കെ ക്രിയാറ്റിൻ കൊണ്ടുവന്ന് ഡയാലിസിസിലേക്ക് പോകുന്നത് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. പക്ഷേ സ്റ്റേജ് 1 ഇപ്പം നമ്മൾ ക്രിയാറ്റിൻ ഒരു 1.2 1.3 ഒക്കെ നിൽക്കുന്നവരുടെ മിക്കവാറും ബിലോ 1-ലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഏത് സ്റ്റേജ് ആണേലും അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർക്കാണ് ഏറ്റവും പ്രത്യേകിച്ച് ഡയബറ്റീസുകാർക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. അതായത് ഈ ഏറ്റവും ലെസ് ഇഫക്റ്റീവ്, ഏറ്റവും ഈ ക്രിയാറ്റിൻ കുറയ്ക്കുന്നത് ഏറ്റവും കുറവ് കാണുന്നത് IgA നെഫ്രോപ്പതി പേഷ്യൻസിനുമാണ്. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും ഒരു ബെനഫിഷ്യൽ തന്നെയാണ്. ബട്ട് ലേറ്റർ ആയി പോകുമ്പോഴേക്കും യൂറിൻ തന്നെ കുറഞ്ഞു, യൂറിൻ തന്നെ പാസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റില്ല. നമ്മൾ ഡയാലിസിസിലേക്ക് പോവുക മാത്രമേ മാർഗമുണ്ടാവൂ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.